സ്വർഗത്തിൽ അവർ കാണുന്നത് എന്തൊക്കെയാണ്? അപ്പോൾ കാണുന്ന എന്തൊക്കെയെന്ന് കണ്ടാൽ സ്വർഗത്തിൽ എന്തൊക്കെ അനുഗ്രഹം ഉണ്ടെന്ന് നമുക്ക് പറയാൻ കഴിയും. ഞാൻ ചുരുക്കി ഒന്ന് പറയാം, സമയം അതിക്രമിക്കുന്നു, കഴിയാൻ പോകുന്നു. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അല്ലാഹു പറയുകയാണത്രേ, അഅത്തുൽ ഇബാദി അസ്സാലിഹീൻ, സ്വാലിഹീങ്ങളായ എൻ്റെ അടിമകൾക്ക് വേണ്ടി ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ട്, മാല ഐനുൻ റഅത്, ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത അനുഗ്രഹങ്ങൾ. എന്താ സ്വർഗത്തിൽ എന്തൊക്കെയുള്ളതെന്ന് പറയാൻ കഴിയില്ല, പൂർണ്ണമായി പറയാൻ കഴിയില്ല. ചിലതൊക്കെ നമ്മൾ പറയുകയാണ്. വലാ ഉദുനുൻ സമീഅത്, ഒരു കാതും കേട്ടിട്ടില്ലാത്തത്. വലാ ഖതറ അലാ ഖൽബി ബശർ, ഒരു മനുഷ്യ ഹൃദയത്തിലും ഉദിക്കാത്ത അത്രയും വലിയ അനുഗ്രഹങ്ങളാണ് സ്വർഗമെന്ന വീട്ടിലെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, ഇഖ്റഊ മാ ഇൻ ശിഅ്തും ഫലാ തഅലമു നഫ്സുൻ മാ ഉഖ്ഫിയ ലഹും മിൻ ഖുർറത്തി അയ്യുൻ ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഫലാ തഅലമു നഫ്സുൻ മാ ഉഖ്ഫിയ ലഹും മിൻ ഖുർറത്തി അയ്യുൻ, ഒരാൾക്ക് കൺകുളിർമയേകുന്ന എന്തെല്ലാം സൗഭാഗ്യങ്ങളാ സ്വർഗത്തിൽ അല്ലാഹു ഒരുക്കി വെച്ചത് എന്ന് ഒരാൾക്കും പറയാനും കഴിയില്ല. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, ആളുകൾ അങ്ങനെ സ്വർഗത്തിലേക്ക് അങ്ങ് കടന്നു കഴിഞ്ഞാൽ അവർ കാണുന്ന രംഗമേതാ? സ്വർഗം നിർമ്മിച്ചിരിക്കുന്നത് ലബിനത്തുൻ മിൻ ദഹബിൻ വലബിനത്തുൻ മിൻ ഫില്ലാ, സ്വർഗത്തിലെ കെട്ടിടങ്ങളൊക്കെ ലബിനത്തുൻ മിൻ ദഹബിൻ, സ്വർണത്തിന്റെ കട്ടകളാണ്, സ്വർണത്തിന്റെ കല്ലുകളാണ്. ഇവിടുത്തെ ബിൽഡിങ്ങോ കല്ലിന്റെ കല്ലുകളാണ്, മണ്ണ് ഉറച്ച കല്ലുകളാണല്ലോ ഇവിടത്തെ ബിൽഡിങ്ങുകൾ നിർമ്മിച്ചിരിക്കുന്നത്. സ്വർഗത്തിലെ കെട്ടിടങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് മിൻ 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 ലബിനത്തിൻ മിൻ ലബിനത്തിൻ മിൻ ദഹബിൻ, സ്വർണത്തിന്റെ കല്ലുകളാണ്. വലബിനത്തിൻ മിൻ ഫില്ലാ, വെള്ളിയുടെ കല്ലുകളാണ്. തീനുഹാ അൽ മിസ്കോ, അല്ല ശ്രദ്ധിക്കണം, തീനുഹാ അൽ മിസ്കോ, സ്വർഗത്തിന്റെ അടിഭാഗം സുഗന്ധമാണ്. അൽ മിസ്കോ, അൽ മിസ്കോ മിസ്കാണ്, കസ്തൂരിയാണ്. തുറാബുഹ അൽ അംബറോ, അതേപോലെ അതിന്റെ മണ്ണ് അൽ അംബറോ, അംബറാണ്. ഹഷീഷുഹ അസ്സഅഫറാൻ, സ്വർഗത്തിലെ ചെടികളും സ്വർഗത്തിലെ ചെറിയ ചെറിയ പുല്ലുകൾ അത് അസ്സഅഫറാൻ, കുങ്കുമമാണ്. ഖുസൂറുഹ അൽ-ലുഅ്ലുഉ, അതിലെ കൊട്ടാരങ്ങൾ മുത്തുകൊണ്ട് നിർമ്മിതമാണ്. ഖുറഫഹ യവാഖീതു, അതിലെ റൂമുകളാണെങ്കിലോ മാണിക്യത്താലാണ്. അബ്വാബുഹ അൽ ജൗഹറു, അതിലെ വാതിലുകൾ ജൗഹറിനാൽ നിർമ്മിതമാണ്. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, ഇമാം തുർമുദിയും ഇബ്നു ഹിബ്ബാനും ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന സ്വഹാബി ഖാല, മഹാനവറുകൾ പറയുകയാണ്, ഖുൽനാ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബിനോട് ഞങ്ങൾ ചോദിച്ചു, നബിയേ ഹദ്ദിഥനാ അനിൽ ജന്ന, അങ്ങ് കണ്ട സ്വർഗ്ഗമൊന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തരുമോ? ആരാ സ്വർഗം കണ്ടുവന്ന റസൂലുള്ളാഹിയോട് സഹാബികൾ ചോദിക്കാം, ഹബീബായ നബിയേ ഹദ്ദിഥനാ അനിൽ ജന്ന, സ്വർഗമൊന്ന് ഞങ്ങൾക്ക് വിശദീകരിച്ചു തരാമോ? മാ ബിനാഉഹാ, അതിലെ കെട്ടിടങ്ങൾ എങ്ങനെയാണ് നബിയെ നിർമ്മിച്ചിരിക്കുന്നത്? അതിന്റെ നിർമ്മാണം എങ്ങനെയാണ്? സ്വർഗത്തിന്റെ നിർമ്മാണം എങ്ങനെയാണ്? ഖാല, അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ലബിനതു ദഹബിൻ വലബിനതു ഫില്ലാ, ലബിനതു ദഹബിൻ വലബിനതു ഫില്ലാ, സ്വർണത്തിന്റെയും വെള്ളിയുടെയും കട്ടകളാണ്. വമിലാതുഹാ അൽ മിസ്കോ, അതിന്റെ സുഗന്ധങ്ങളോ മിസ്കാൻ. വഹസബാഉഹാ അൽ ലുഅ്ലുഉ, അതിലെ കല്ലുകൾ മുത്തുകളാണ്. വല്യാഖൂതു, അതേപോലെ മാണിക്യമാണ്. വതുറാബുഹാ അസ്സഅഫറാൻ, അതിലെ മണ്ണ് അത് സഅഫറാനാണ്, കുങ്കുമമാണ്. അതിലാര് കിടക്കുന്നവോ അയാൾക്ക് പിന്നെ സുഖം മാത്രമേ ഉണ്ടാകൂ. വലായസ്, ഒരിക്കലും അയാൾ നിരാശനാവുകയില്ല. വയുഖല്ലദു, പിന്നെ അയാൾ അതിൽ ശാശ്വതമായി ജീവിക്കും. വലായമൂതു, മരണമില്ല. ലാ തുബ്ലി സിയാബുഹു, അതിൽ ആളുകൾ ധരിച്ചിരിക്കുന്ന വസ്ത്രം നശിച്ചു പോവുകയോ കീറുകയോ ചെയ്യുന്ന പ്രശ്നമില്ല. വലായൗഫി ശബാബുഹു, അതിൽ കിടക്കുന്ന ആളുകൾ നിത്യ യൗവനമാകുമെന്ന് ഹബീബായ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വർഗത്തിൽ മാർക്കറ്റ് ഉണ്ട്, അങ്ങാടി ഉണ്ട്, അങ്ങോട്ട് എത്തുമെന്ന് നോക്കുക, പോയി നോക്കാം. നമ്മൾ ഒരു ദ്രുതഗതിയിൽ ഒരു ഓട്ടപ്പാച്ചിൽ നടത്തുകയാണ്. നമ്മുടെ സമയം കഴിയുന്നു, നമ്മുടെ സമയം കഴിയുകയാണ്. വലാ യഫ്നി ശബാബുഹു, എപ്പോഴും അതിൽ യൗവനായിരിക്കുന്ന, നിത്യ യൗവനമായിരിക്കുന്ന. പുണ്യനബിക്ക് ഒരിക്കൽ ഒരു പ്രായമുള്ള പെണ്ണുങ്ങളെ കണ്ടു. റസൂൽ ഇടക്കിടക്ക് തമാശ പറയും, പക്ഷെ നമ്മൾ പറഞ്ഞ ഒരു ബഡായി തമാശ അല്ല, സത്യസന്ധമായ തമാശയായിരിക്കും. അതിൽ പോലും സത്യസന്ധത പാലിച്ച നബിയാണ് മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരിക്കൽ പുതിയാപ്പിളയുള്ള ആര്? അലി റളിയല്ലാഹു അൻഹു. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ ഭർത്താവാണ് അലി റളിയല്ലാഹു അൻഹു, പുതിയാപ്പിള. എന്നാൽ എളാപ്പാന്റെ മകനുമാണ്. എല്ലാവരും കൂടി ഇരുന്ന് ഇങ്ങനെ ഭക്ഷണം കഴിക്കാം. റസൂലുള്ള കഴിക്കുന്ന ഈത്തപ്പഴത്തിന്റെ ഗുരുവൊക്കെ അലി റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പ് മെല്ലിടുണ്ട്. കുറെ കഴിഞ്ഞിട്ട് പറഞ്ഞു, അല്ലാഹുവേ, അലീന്റെ മുമ്പിൽ എത്ര പോലെ ഈത്തപ്പഴത്തിന്റെ ഗുരുവാണ്, അലി അടിച്ചു മാറുന്നുണ്ടല്ലോ. അപ്പൊ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ചില ആൾക്കാർ കുരു അടക്കാതെ തിന്നണമെന്ന് തോന്നണേ. റസൂലുള്ളാഹിന്റെ മുമ്പിൽ എന്തില്ല? കുരുവില്ല. ചില ആളുകൾ കുരു അടക്കാണോ തിന്നണ എന്ന് തോന്നിപ്പോകുന്നു എന്ന് സയ്യിദുനാ അലി റളിയല്ലാഹു അൻഹു. ഞങ്ങള് തമാശയാണ്, ഒക്കെ ഒരു നർമ്മമാണ്. നർമ്മത്തിനൊന്നും വിശുദ്ധ ഇസ്ലാം എതിരല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ ഒരു സ്ത്രീയെ കണ്ടപ്പോൾ ആ സ്ത്രീയോട് പറഞ്ഞു, കിളവിയ വയസ്സത്തിയ. റസൂലുള്ളാഹി പറഞ്ഞു, വയസ്സന്മാരൊന്നും സ്വർഗത്ത് കിടക്കൂല. കരച്ചിലേ കരച്ചിൽ, കരയുക തന്നെ. ആ പെണ്ണ് കിളവിയായ ഉമ്മ കരയുകയാണ്. കണ്ട് അല്ലാഹുവിന്റെ ഹബീബ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, കരയണ്ട ഉമ്മ, കിളവി പോലും സ്വർഗത്തിലെത്തിയാൽ യുവതിയാവും. നല്ല ചെറുപ്പക്കാരിയായിരിക്കും കിളവി പോലും. അത് പറയുന്നുണ്ട്. ഞാൻ ആ ഹദീസിലേക്ക് എത്തുമെന്ന് നമ്മൾ നോക്കുക, അവിടെ ഞാനത് പറയും. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ. വേഗം പോവാം. ഹബീബായി നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, സ്വർഗത്തിന് ബൗണ്ടറി ഉണ്ടത്രേ. ഹബീബായി നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ആ ബൗണ്ടറിയും സ്വർണവും വെള്ളി കൊണ്ടും നിർമ്മിതമായതാണ്. മാത്രമല്ല സബു ഹവായിദ്, 7 ബൗണ്ടറികൾ ഉണ്ടത്രേ സ്വർഗത്തിന്. കുല്ലുഹാ ബിൽ ജിനാനി കുല്ലിഹാ, ഒന്ന് മിൻ ഫില്ല, വെള്ളിയാൽ, മറ്റൊന്ന് സ്വർണത്താൽ, മറ്റൊന്ന് ഗോമേദകം, മറ്റൊന്ന് മുത്തിനാൽ, വേറെ ഓരോ വീതത്തിലുള്ള മുത്തിനാൽ. അവസാനത്തെ ഭിത്തി മിന്നൂരിൻ മിന്നത്തിളങ്ങുന്ന പ്രകാശത്താലാണ് 7ാമത്തെ ഭിത്തി എന്ന് ഹബീബായി നബിയുനാ റസൂലുള്ളാഹി ആലിമീങ്ങൾ രേഖപ്പെടുത്തുകയാണ്. നോക്കൂ നിങ്ങൾ, സ്വർഗത്തിലേക്ക് ഒരാൾ കടന്നു വരുമ്പോൾ തന്നെ സ്വർഗത്തിലെ സേവകരായ കുഞ്ഞുമക്കൾ ഓടിച്ചെല്ലും. സ്വർഗത്തിലേക്ക് ആളിങ്ങനെ കടക്കണ്ടാവുള്ളൂ. അപ്പൊ ഈ സ്വർഗത്തിലെ സേവകരായ കുഞ്ഞുമക്കൾ ഓടിച്ചെല്ലും. എങ്ങോട്ടെന്നറിയോ? അവർ സ്വർഗത്തിലെ കൊട്ടാരങ്ങളിലേക്ക് ചെല്ലും, സ്വർഗത്തിലെ ടെന്റുകളിലേക്ക് ചെല്ലും. എന്നിട്ട് ഈ കടന്നു വരുന്ന ആരുടെ പേര് ഈ മക്കൾക്കറിയാം. അവരുടെ സ്വർഗത്തിലെ ഇണമാരായ ഹൂർലിങ്ങളെയും ഇവർക്കറിയാം, സേവകന്മാർ. അവർ ചെന്നിട്ട് ആ സ്വർഗത്തിലെ ഹൂർലിങ്ങളായ ഇണകളോട് പറയും, ഇതാ നിങ്ങളെ പുതിയാപ്പിള വരുന്നുണ്ട്, ഭൂമിയിലെ പുതിയാപ്പിള വരുന്നു, ഇപ്പൊ ഈ ഡോറങ്ങോട്ട് കടക്കട്ടോന്ന്. ചില നമ്മള് ഭൂമിയിലും അങ്ങനെ തന്നെ അല്ലേ? നോക്കടി, എന്റെ പുതിയാപ്പിള വന്നിട്ടുണ്ടെന്ന് അറിയില്ലേ? പണ്ടൊക്കെ വീടിനൊരു കിളിവാതിലുണ്ടായിരുന്നു. കിളിവാതിൽ എന്നതിനെ പറയാം അല്ലേ? ജാലകം, ഒരു കിളി അടുക്കളയിന് അല്ലേ? എന്നിട്ട് ആരൊക്കെ കൊലായിൽ വന്നതെന്ന് ഇപ്പൊ ഇങ്ങനെ വല്ല പാളിയോ, അതിനുള്ളിലൂടെ പാളിയോ. പണ്ട് പുതിയാപ്പിള വന്നാൽ മെല്ലൊന്ന് നോക്കും. ഇന്ന് പിന്നെ പുതിയാപ്പിള നേരാണ്ട് ഇറങ്ങി ചെല്ലാനാണ്. ഈ ലജ്ജയില്ലാത്ത കാറുണ്ട്. പണ്ടൊക്കെ മെല്ലെ ഒന്നിങ്ങനെ. ആദ്യ കാലത്തൊക്കെ എന്നോടൊരാൾ പറഞ്ഞത്, എന്റെ നാണം മാറാൻ 40 ദിവസം എടുത്തിട്ടുണ്ടെന്ന്. 40 ദിവസം. അയാള് പോകാൻ കൂട്ടാക്കൂലല്ലേ ഭാര്യ വീട്ടിക്ക്. എന്നിട്ട് ഇയാളെ പിടിച്ചു കൊണ്ടുപോയാൽ 5-6 ആൾക്കാർ. എന്താ നാണം കൊണ്ടേ. അൽ ഹയാഉ മിനൽ ഈമാൻ, ലജ്ജ ഈമാനിന്റെ ഭാഗമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഇന്നത് പോയിട്ട് പണ്ടൊരു ഭർത്താവിന്റെ പിന്നിൽ പെണ്ണ് നടക്കൂലല്ലോ. ഭർത്താവ് അവിടെ എത്തിയാലേ ഓളിപ്പെടുന്ന് മെല്ലെ പോവുള്ളൂ. എന്നിട്ടോ ഓന്റെ ഓളാ ഞാൻ തോന്നാതിരിക്കുമ്പോൾ എന്തൊക്കെ കളിയാ കളിക്കാം. എന്താ ഇത്ര വലിയ ലജ്ജയായിരുന്നു. ഇന്ന് തോളിൽ കൈയിട്ട് ബാക്കി ഞാൻ പറയില്ല കേട്ടാ കയ്യെന്ന്. ആ കോലത്തിലാ ബേക്കുമ്പിൽ പോണത്.
എന്താ പോലെ ചോദിക്കണേ, എന്താ ഇപ്പൊ അറന്റെ ഉള്ളിൽ നടക്കണമെന്നല്ലേ, എല്ലാവരും നടക്കണമെന്നല്ലേ, എന്താ ഇപ്പൊ പുറത്തുണ്ടെന്ന് തമ്മാടിത്തരം എന്നാ അതിന്റെ പേര്. ലജ്ജ നല്ലതാണ്, അത് ഈമാനിന്റെ ഭാഗമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഞാൻ ഇപ്പൊ അടുത്ത് കണ്ടല്ലോ ഒരു ചങ്ങായി പോണേ, ഓൻ ബാക്കിൽ ഇങ്ങനെ ഇരിക്കാം, ഓളെ വണ്ടി ഇങ്ങനെ ഓടണേ, ഓനിങ്ങനെ ഓളെ പള്ളമ്പളി കൈയിട്ട് ഇങ്ങനെ പിടിച്ചു വികാൻ പോവാണോ? നിങ്ങൾ ചിന്തിച്ചില്ല. ആ കാലത്തിന്റെ ഒരു മാറ്റം, കാലത്തിന്റെ ഒരു മാറ്റം. ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഈ കുഞ്ഞുമക്കൾ, ഈ സ്വർഗത്തിലെ സേവകരായ കുഞ്ഞുമക്കൾ ഓടിച്ചെന്നുകൊണ്ട് അവരോട് പറയും അത്രേ, ദാ ഭൂമിയിലെ നിങ്ങളുടെ പുതിയാപ്പിള വരുന്നിതാ. ആ സമയത്തതാ ഖൈമകളിൽ നിന്ന്, സ്വർഗത്തിലെ ടെന്റുകളിൽ നിന്ന് ഹൂർലിങ്ങൾ ഓടി വരുമത്രേ, സ്വർഗ കവാടത്തിൽ അവർ കാത്തിരിക്കുമത്രേ. എന്നിട്ടതാ ഈ സ്വർഗത്തിന്റെ കവാടത്തിലൂടെ കടന്നു വരുന്ന ആളുകളുടെ, പുരുഷന്മാരുടെ കൈ പിടിച്ചുകൊണ്ടതാ അവരെയും കൂട്ടി നേരെ ചെല്ലുന്നത് അങ്ങോട്ടാ, സ്വർഗത്തിലെ തങ്ങളുടെ കൊട്ടാരങ്ങളിലേക്കാണ്. ആരാ പറയുന്നത്? ഹബീബായ നബിയുനാ റസൂലുള്ളാഹി. കൊട്ടാരത്തിലേക്ക് അങ്ങ് ചെന്നാൽ അവരതാ കൊട്ടാരത്തിലേക്ക് കയറി ചെല്ലുകയായി. കൊട്ടാരത്തിലേക്ക് അങ്ങ് കയറി ചെന്ന പാടെ അവരതാ അവിടെ കാണുന്ന കട്ടിലിൽ ഇരിക്കുകയായി. എന്നിട്ട് അവർ ശ്രദ്ധിക്കുകയാണ്, സ്വർഗം എല്ലാവരും ഒന്ന് കണ്ണോടിച്ചു നോക്കുത്രേ. സ്വർഗത്തിലേക്ക് കയറുന്ന ആളുകൾ സ്വർഗത്തിലൊന്ന് കണ്ണോടിക്കുകയാണ്, അത്ഭുതപ്പെട്ടു പോകുമത്രേ. ആ സമയത്ത് അവർ പറയുമത്രേ, അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ. ഈ സ്വർഗത്തിലേക്ക് ഞങ്ങളെ എത്തിച്ച റബ്ബേ നിനക്കാണ് സ്തുതി. സ്വർഗത്തേക്ക് കടക്കുമ്പോഴും പറയും, കടന്നു കഴിഞ്ഞാൽ പറയും, ഈ അനുഗ്രഹങ്ങൾ അങ്ങ് കാണുമ്പോൾ